ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് നേന്ത്രപ്പഴം കൊണ്ട് നല്ലൊരു സ്വീറ്റ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതൊന്ന് വേവിച്ചതിന് ശേഷം ഒന്ന് ഉടച്ചെടുക്കണം. അടുത്ത് വേറൊരു ബൗളിലേക്ക് 1/4 കപ്പ് ചവ്വരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊഴിച്ച് 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അടുത്ത് വേറൊരു പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് കുതിരാൻ വെച്ചിട്ടുള്ള ചവ്വരി കഴുകിയതിന് ശേഷം ഒന്ന് വാർത്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഈ ചവ്വരി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചവ്വരി നന്നായിട്ട് ഇനി ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കര പാനി ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിവിടെ യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേവിച്ചുടച്ച് വെച്ചിട്ടുള്ള പഴവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ലാസ്റ്റ് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1 പിഞ്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.